എല്ലാവർക്കും നാഷ്ലാൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്തൊരു DVD പ്ലെയർ ചെയ്തായിരുന്നു. നമ്മുടെ ഫസ്റ്റ് റിവ്യൂ എന്ന് പറയും. അന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് മൊത്തം കാണിക്കാനോ ഒന്നും പറ്റിയില്ല. ഇതിൻ്റെ ഇൻ്റർഫേസ്, അത് വീഡിയോ പ്ലേ ചെയ്യുന്നതും അതിനെ സെറ്റിങ്സിനെ കുറിച്ച്, വീട് ഷിഫ്റ്റിങ്ങും എല്ലാം കാര്യമായതുകൊണ്ട് അന്ന് ചെയ്യാൻ പറ്റി. വീട് പണിയെല്ലാം നടക്കുകയുണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ സ്ക്രീനുണ്ട്, ടച്ച് സ്ക്രീൻ. അതുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റാതെ പോയത്. ഈ കാർ സ്റ്റീരിയോൻ്റെ റിവ്യൂ ഉടനെ വരുന്നതായിരിക്കും നമ്മുടെ ചാനൽ. അപ്പം നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. നേരത്തെ നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞിരുന്ന ഒരു DVD പ്ലെയർ ഉണ്ടായിരുന്നു, സെയിം IBLൻ്റെ തന്നെ. പക്ഷേ അത് നമ്മൾ അമ്പലത്തിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുപോയി. പിന്നെ അത് കിട്ടിയില്ല, ഡാമേജ് ആയി പോകുമായിരുന്നു ചെയ്തത്. അതിൻ്റെ റിമോട്ട് മാത്രം നമ്മുടെ കയ്യിലിരിപ്പുണ്ട്. നേരത്തെയൊക്കെ വരുന്ന റിമോട്ട് തന്നെ ഇങ്ങനെയാണ്, വലിയ. ഇപ്പോഴത്തെ എല്ലാം ചെറിയ മോഡലാണ്. ഇത് ലാസ്റ്റ് ഇറങ്ങിയ സമയത്തുള്ള DVD പ്ലെയറാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ സൈസ് കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലാണ്. പക്ഷേ ഇതിലും അതിലെയും റിമോട്ട് രണ്ടും വ്യത്യാസമാണ്. രണ്ടും ഉപയോഗിക്കാനോ പറ്റത്തില്ല. ബട്ടൺസ് ഞെക്കുമ്പോൾ വേറെ പലതുമാണ് വരുന്നത്. അന്നൊക്കെ വലിയ റിമോട്ടായിരുന്നു, ഇപ്പം കുറച്ചുകൂടെ ഒതുങ്ങി. ഇതിനകത്ത് വേറെ പല സെറ്റിങ്സും ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് ഒന്ന് മാത്രമുള്ള പോരാ, ഇക്വലൈസർ ഇല്ല. അതാണ് ഏറ്റവും വലിയ ഇത്. മാത്രമേ ഞാൻ കണ്ടിട്ടേ ഉള്ളൂ ഇതിനകത്ത് ഏറ്റവും വലിയ പോരാ പുറകിലിരിക്കുന്നത്. വീഡിയോയിലേക്ക് തിരിച്ചു വരാം. നമുക്കിതിൻ്റെ വ്യൂ കാണാം. കണക്ട് ചെയ്തിട്ടുണ്ട്, ലോഡിങ് ചെയ്ത് വന്നു. ഈ ഒരു ലെവലിലാണ് ഇതിൻ്റെ ഒരു വീഡിയോ ഔട്ട്പുട്ട് വരുന്നത്. ഇതിൻ്റെ ഒരു UI സാധാ IBLൻ്റെ വരുന്ന രീതിയിൽ തന്നെ IBL അവരുടെ ബ്രാൻഡിങ്ങും, അതുപോലെ തന്നെ USB, MP4, MP3, DVS. ഞാനൊരു CD റൺ ചെയ്തിട്ടുണ്ട്, അതാണ് ഈ കാണുന്നത്. അത് ലോഡ് ചെയ്ത് പ്ലേ ആയിക്കൊണ്ട് നമുക്കിതല്ല കാണേണ്ടത്, എൻ്റെ സെറ്റിംഗ് ആണ്. എൻ്റെ ആദ്യത്തെ TV സെറ്റിങ്സ് ആണ്. നിങ്ങളെ ഇൻട്രസ്റ്റിംഗ് ഈ രണ്ടു കാർ സ്റ്റീരിയോ ഡിഫറൻറ്റ് സൈസ് ആൻഡ്രോയിഡ് സാധാ കാർ സ്റ്റീരിയോ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള മേക്കിംഗ് ചെയ്യുന്ന വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കേറി കണ്ടു നോക്കൂ. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ അതിൻ്റെ സ്ക്രീൻ സേവ്, വീഡിയോ, HD ഔട്ട്പുട്ട്, TV പാസ്വേഡ്, റീഡിംഗ് ഡിഫോൾട്ട്, OSD ലാംഗ്വേജ്, ആഡിയോ ലാംഗ്വേജ്, സബ്ടൈറ്റിൽ ലാംഗ്വേജ്, മെനു ലാംഗ്വേജ്, പവർ റെസ്യൂം, ആഡിയോ സെറ്റപ്പ്, ആഡിയോ ഔട്ട്പുട്ട്, മൈക്ക് സെറ്റപ്പ്, മൈക്ക് വോളിയം, എക്കോ, QI. ഇത് മൈക്കിനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതികൾ. ആരോഗ്യ വീഡിയോ സെറ്റപ്പ്, ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, ഹ്യൂ, സാറ്റുറേഷൻ, അപ്നസ്. ഇതൊക്കെയാണ് വീഡിയോ സെറ്റപ്പിൽ വരുന്നത്. പിന്നെ സ്പീക്കർ സെറ്റപ്പ്, ഡൗൺ, ലെഫ്റ്റ്, റൈറ്റ് ആണ് പറയുന്നത്. സ്റ്റീരിയോ, VSS എനിക്ക് കൂടുതൽ അറിയില്ല, അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. സ്മോള്, ലാർജ്. പിന്നെ നമ്മൾ തിരിച്ച് ഡൗൺ മിക്സിലേക്ക് വരികയാണെങ്കിൽ 5.1 ചാനൽ ഓപ്പൺ ചെയ്യുന്ന ഇവിടെയാണ്. ആ ഓപ്ഷൻ ഓപ്പൺ ആയി വരുമ്പോൾ ഫ്രണ്ട്, സെൻറ്റർ ഡിലേ, റിയൽ ഡിലേ, സ്മോള്, ലാർജ് എന്നൊക്കെ അത് സെറ്റപ്പ് ചെയ്യുന്ന രീതിയാണ് ഓപ്പൺ ആയി വരുന്നത്. 5.1 സെറ്റിംഗ്. ഡിജിറ്റൽ സെറ്റപ്പിലേക്ക് വരും. കൂടുതലൊന്നുമില്ല. ഡുവൽ മോണോയിൽ സ്റ്റീരിയോ, മോണോ ലെഫ്റ്റ്, മോണോ റൈറ്റ്, മിക്സിംഗ് മോണോ എന്നിവയാണ് ഇവിടെ വരുന്നത്. അത് ലെഫ്റ്റ് റൈറ്റ് എല്ലാം ഒരുപോലെ തന്നെ കേൾക്കും മോണോ ആയിട്ട്. ഇതിലേക്ക് നമ്മൾ പിന്നെ വരാം. പിന്നെ ഡൈനാമിക് റേഞ്ച് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മോഡിൽ ലൈൻ ഔട്ട്, RFT റിമോട്ട് എന്നിവയൊക്കെയാണ് ഇത്ര ഇതിലുള്ള സെറ്റിങ്സ്. ഇതിൽ ഏറ്റവും വലിയത് ഇക്വലൈസർ മാത്രമേ ഉള്ളൂ വരാത്തത്. പിന്നെ ഇതാണ് ചാനൽ സെറ്റിങ്ങിന് നമ്മൾ മുമ്പ് കണ്ടത്. അത് രണ്ട് സ്പീക്കറും വർക്ക് ചെയ്യും, പക്ഷേ സ്റ്റീരിയോ അല്ലെന്ന് മാത്രം മോണോ ആയിട്ട് കേൾക്കാം. സ്റ്റീരിയോ രണ്ടും ലെഫ്റ്റും റൈറ്റും മോണോ ആയിട്ട് കേൾക്കാം. എല്ലാം DVDയിലും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. ഞാനിത് ഉപയോഗിച്ചിട്ടേ ഉള്ളൂ, അതിനെക്കുറിച്ച് എനിക്കറിയില്ല ഡീറ്റെയിൽസ് ഒന്നും.
പിന്നെ അന്ന് ചെയ്യാൻ നമുക്ക് പറ്റിയില്ലായിരുന്നു. ഇപ്പോഴാണ് അതിൻ്റെ ഒരു നല്ല അവസരം കിട്ടിയത്. പിന്നെ ഇപ്പോൾ ഇതിനകത്ത് അധികം സെറ്റിങ്സ് ഒന്നുമില്ല. ആഡിയോയുടെ വലിയതായിട്ടൊന്നും വലിയ കമ്പനി സെറ്റുകളിൽ കുറച്ചുകൂടെ നല്ല വലിയ സെറ്റിങ്സ് ഒക്കെ കാണാം. ഫിലിപ്സ് അതുപോലത്തെ സോണിയുടെയൊക്കെ. പിന്നെ നമ്മൾ ഈ വ്യൂ മീറ്ററിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് കാണണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിരിക്കും വരുന്നത്. താല്പര്യമുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇത്രയൊക്കെ ഉള്ളു പറയാം. പിന്നെ കോപ്പിറൈറ്റ് ആകുന്നതുകൊണ്ടാണ് നമ്മൾ വീഡിയോ സോങ് ഒന്നും പ്ലേ ചെയ്യാത്തത്. ഇതിൻ്റെ റീലും ഷോർട്സും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റഗ്രാമിൽ പേജിൽ ഇട്ടിട്ടുണ്ട്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ നന്ദി, നമസ്കാരം.